കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ നമ്മുടെ നന്ദയുടെയും ഗൗതത്തിൻ്റെയും ശാന്തി മുഹൂർത്തം ആര് തടയുന്നു? നമ്മുടെ പിങ്കി തടയുന്നു. അതേ പ്രേക്ഷകരെ, നമ്മുടെ പുഷ്പൻ വഴി പുഷ്പൻ ഇങ്ങനെ ഒരാളെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ട്. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ് സാറേ, എനിക്കൊരു മോളേ ഉള്ളൂ. ആ മോളെ എന്താ പറയുക ശല്യം ചെയ്യാനായിട്ട് ഇവിടെ കുറേ കുടിയന്മാരൊക്കെ വന്നിട്ടുണ്ട്, അവരെ എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് തരണമെന്നൊക്കെ പറഞ്ഞ് അയാളെ കൊണ്ട് നമ്മുടെ ഗൗതത്തിനെ വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല, മോൻ്റെ വീട് ഇവിടെ അടുത്ത്, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് എന്താ പറയുക 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് എൻ്റെ വീട്, വേഗം വരണം സാറേ, എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കൊണ്ട് നമ്മുടെ പുഷ്പം വിളിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൗതമാണെങ്കിൽ ഭയങ്കര പോലീസുകാരനാണല്ലോ, ഒരാൾക്ക് ഇങ്ങനെ സഹായം ചെയ്യാൻ. നമ്മുടെ നന്ദയാണെങ്കിലും ശരി, ഗൗതമാണെങ്കിലും ശരി, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് അവർക്ക് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഗൗതം ഇത് കേട്ടപാടെ തന്നെ ഓടിപ്പോകുന്നുണ്ട്, ഡ്രസ്സൊക്കെ മാറി പോകാൻ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ പിങ്കി ഇങ്ങനെ പുറത്ത് വെയിറ്റിംഗ് ആണ്, ഗൗതം എന്തേ ഇറങ്ങി പോകാത്തേന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗൗതം ഇങ്ങനെ ഓടിപ്പടച്ച് പുറത്തോട്ട് പോകുന്ന രംഗം കാണുന്നത്. അപ്പം നമ്മുടെ പിങ്കി അവിടെ ചോദിക്കുക, അയ്യോ ഇന്ന് നിങ്ങളുടെ ശാന്തി മുഹൂർത്തമില്ലേ, ഗൗതം ഇത് എവിടെ പോകുന്നു എന്നൊക്കെ ചോദിച്ചു. ഒന്നും അറിയാത്ത പാവം പൂച്ചക്കുട്ടിയെ പോലെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, എനിക്ക് ഡ്യൂട്ടിയാണ്, ഫസ്റ്റ് ഒരാളെന്നെ ഇങ്ങനെ വിളിച്ചിരുന്നു, അപ്പോൾ എനിക്ക് അവിടെ പോയി അന്വേഷിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പിങ്കി, ഈ രാത്രിയോ നന്ദി ഒറ്റയ്ക്ക് ഇട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എപ്പോഴും ഡ്യൂട്ടിയാണ് ഫസ്റ്റ്, അതൊരു പട്ടാളക്കാരൻ്റെ ഭാര്യ പിങ്കിയോട് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിങ്കി, ഞാനൊരു പട്ടാളക്കാരൻ്റെ ഭാര്യയല്ല, ഗൗതത്തിനത് നല്ലോണം അറിയാം എന്നൊക്കെ പറഞ്ഞ് പിങ്കി ഇങ്ങനെ എന്താ പറയുക, അവിടെ ഒരു വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് അവിടെ അർജുൻ വരുന്നുണ്ട് കേട്ടോ. അർജുൻ ഇത് കേട്ടിട്ടാണ് വരുന്നത്, ഞാനൊരു പട്ടാളക്കാരൻ്റെ ഭാര്യയല്ല എന്ന് പിങ്കി പറയുന്നത് കേട്ടിട്ടാണ് നമ്മുടെ അർജുൻ വരുന്നത്. ഇനി അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പ്രേക്ഷകരെ, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പോൾ ഈ ഒരു അടുത്ത ഭാഗം ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.